ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാനമൊട്ടാകെ പ്രതിരോധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന വയലൻസിനും എതിരെ യുവതയുടെ പ്രതിരോധം. കവചം എന്ന പേരിലാണ് ബൃഹത്തായ ക്യാമ്പയിൻ പരിപാടി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ 15 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. തുടർന്ന് എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ബഹുജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ക്ലബ്ബ്, വായനശാല പ്രവർത്തകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളെയും പരേഡിൽ അണിനിരത്തും. പ്രാദേശികമായി വീട്ടുമുറ്റ സദസ്സുകളും സംഘടിപ്പിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെയും വിതരണക്കാരെയും നിരീക്ഷിക്കാൻ ജനകീയ സ്ക്വാഡുകൾ രൂപീകരിക്കും. ഇവരുടെ വിവരശേഖരണം നടത്തിയ അധികൃതർക്ക് കൈമാറും. സമൂഹത്തിൽ വലിയ നിലയിലുള്ള ലഹരി ഉയർന്നു വരികയും ലഹരി ഉപയോഗവും വിൽപ്പനയും ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. ഇതിനെതിരായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിൻ്റെ യുവജനങ്ങളുടെ ഇടയിൽ ലഹരിക്കെതിരായ ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ പ്രവർത്തനം കുറച്ച് ശക്തിപ്പെടുത്തണമെന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ചിപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിന് വർദ്ധിച്ചു വരുന്ന വയലൻസിനുമെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ജനകീയ കവചം എന്ന പേരിൽ ബൃഹത്തായ ഒരു ക്യാമ്പയിന് ഡിവൈഎഫ്ഐ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ ജാഗ്രതാ പരേഡുകൾ നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനു ശേഷം ഈ വരുന്ന 15-ാം തീയതി മുതൽ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ജാഗ്രതാ പരേഡുകൾ നടത്തി യൂണിറ്റ് കേന്ദ്രങ്ങൾ വരെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മേഖലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലെ ജാഗ്രതാ സമിതികളിൽ ഡിവൈഎഫ്ഐയുടെ ഈ ആശയത്തോട് യോജിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ മത, ജാതി സംഘടനാ വിഭാഗത്തിൽ വരുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മാർച്ച് 15-ന് മാവേലിക്കരയിൽ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിർവഹിക്കും. ഇതിന് തുടർച്ചയായി വീട്ടുമുറ്റ സദസ്സുകൾ എന്ന നിലയിൽ 1500 വീട്ടുമുറ്റ സദസ്സുകൾ ഈ ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്.